ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, അതായത് മഹേഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് ഞാൻ മഹേഷ് ഏട്ടന് സർപ്രൈസ് കൊടുത്തു. അപ്പം ആ ഒരു ഡേ ആണ് ഇന്ന് ഞാൻ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇന്ന് ഞാനപ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തത് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടി സാബുദാനയെല്ലാം വെള്ളത്തിലിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു മൂങ് ദാലിൻ്റെ പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പരിപ്പ് വെള്ളത്തിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും വെച്ചിട്ട് പിന്നെ ഒരു ബീൻസ് തോരൻ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ബീൻസൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് കോണും ആഡ് ചെയ്യാം. അപ്പോൾ അതും കുറച്ച് ഞാൻ വെള്ളത്തിലെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നാളത്തേക്ക് കുറച്ച് പീസും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇനിയും എന്തെങ്കിലും ഒരു കറി നാളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. പിന്നെ സേമിയ പായസവും ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനുണ്ട്, നോട്ട് ഷ്യൂർ. അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ മഹേഷ് ചേട്ടന് ഞാനൊരു കാർഗോ പാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അറിയില്ല, ഇറ്റ് ഇസ് എ സർപ്രൈസ്. അപ്പോഴേക്കും അമേസോൺ ആൾ വിളിച്ചു, അദ്ദേഹം എനിക്ക് കൊണ്ട് തരുകയാണ്. അപ്പോൾ മഹേഷ് ചേട്ടനാണെങ്കിൽ ഉള്ളിൽ കിച്ചണിലാണ്, അപ്പോൾ ആൾ അറിയുന്നില്ല. എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ അങ്ങനെ പുറത്തേക്ക് വന്നതാണ്. അങ്ങനെ ഡെലിവറി ചെയ്തു. അപ്പോൾ ഞാൻ മഹേഷ് ചേട്ടൻ അറിയാണ്ട് താഴേക്ക് പോയി മേടിക്കുകയായിരുന്നു ആളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ഞാനതും വാങ്ങി വേഗം അങ്ങനെ കയ്യോടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞാൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു. സോ ഫാസ്റ്റ് ഡെലിവറിയാണ് അമേസോൺ. അങ്ങനെ ഞാൻ നേരിട്ട് മഹേഷ് ചേട്ടൻ്റെ അടുത്തേക്ക് പോവുക. വൈകി അവിടെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ. സോ ഹാപ്പി ബർത്ത്ഡേ. ആൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ ഗിഫ്റ്റും കൊടുത്ത് പിന്നെ ഞാൻ അങ്ങനെ പായസത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. ഒരു സൈഡിൽ സാമ്പാറൊക്കെ റെഡിയായി. പിന്നെ അങ്ങനെ സാമ്പാർ തിളച്ചു. പിന്നെ ഇതാണ് മെഴുക്ക് പുരട്ടി. സോ അതും ഞാൻ റെഡിയാക്കി. ഇനി നമ്മൾ പായസത്തിൻ്റെതും ഒരു സൈഡിൽ റെഡിയായി. ഇത് വന്നിട്ട് സാബുദാന പിന്നെ ഞാൻ മൂങ് ദാലും കൂടെ ഉള്ള വേവിച്ചിട്ടാണ് ഒരു പായസം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊരു ലൈറ്റ് പായസമാണ്. സോ ഇതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് വറുത്തിടാം. പിന്നെ ഞാൻ ഓൾറെഡി കേക്കൊക്കെ അച്ചുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. മഹേഷ് ചേട്ടൻ നല്ല ഉറക്കമാണ്. ആ ടൈം നോക്കി ഞാൻ അച്ചുവിനോട് പറഞ്ഞ് നീ കേക്കൊക്കെ കൊണ്ടുപോവാ. അങ്ങനെ അവൻ സ്പ്രൈറ്റും കുറച്ച് പായസം ഉണ്ടാക്കാൻ പാലും ഒക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. സോ അങ്ങനെ ഞാൻ സേമിയ പായസം കൂടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പാലൊക്കെ അടുപ്പത്ത് വെച്ച് സേമിയ ഒരു സൈഡിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ബിക്കോസ് ആൾ എണീക്കുന്നതിന് മുന്നേ ഇതൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു ടാസ്ക്. അപ്പോൾ ഓൾമോസ്റ്റ് പായസമൊക്കെ റെഡിയായി. ഞാനിതിലേക്ക് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ മൂങ് ദാൽ വെച്ചിട്ടുള്ളൊരു പായസം ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ലെറ്റ് മീ മിക്സ് വിത്ത് ദിസ്. അപ്പം അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വെറൈറ്റി പായസമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇപ്പോൾ ഇതിനകത്ത് സാബുദാനമുണ്ട്, മൂങ്ങുണ്ട്, സേമിയ ഉണ്ട്, പാല് എല്ലാം കൂടെ മിക്സ് പായസമാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ അതിലേക്ക് നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ താളിച്ച് റെഡിയാക്കി. ഇറ്റ് ഈസ് സോ ടേസ്റ്റി കേട്ടോ, കാണുന്ന പോലെ തന്നെയാണ്. അപ്പോഴേക്കും നമ്മളിവിടെ അമ്മുവൊക്കെ എത്തി. അമ്മു ആദിക്കുട്ടനും മഹേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. മഹേഷ് ചേട്ടനും അറിയില്ല. പിന്നെ മമ്മി എനിക്ക് കുറച്ച് വെജിറ്റബിൾ ബിരിയാണി കൊടുത്തു വിട്ടു. അപ്പോഴേക്കും ഞങ്ങൾ മഹേഷ് ചേട്ടന് വേണ്ടിയിട്ട് കേക്കൊക്കെ എടുത്തു. ഞാൻ അമ്മുവിനോട് പറഞ്ഞ് ചേട്ടൻ അറിയാതെ കൊണ്ടുപോകും. ബിക്കോസ് കറക്റ്റ് ടൈമിന് ചേട്ടൻ ബാത്റൂമിൽ കയറി. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ചാൻസാണ്. സോ ഞങ്ങളതൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് യു ക്യാൻ സീ ഷീസ് ഓപ്പണിങ് ദാറ്റ്. വാവ്, നൈസ്, അടിപൊളി അല്ലേ? നല്ല കളർ, ഐ ലൈക്ക് ദ കളർ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ മഹേഷ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ അവിടെ സെറ്റാക്കി. അങ്ങനെ അമ്മയുടെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു, അതും റെഡിയാക്കി വെക്കുകയാണ്.
മഹേഷ് ചേട്ടൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്നതേ ഇല്ല. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് കുറേ നേരം, ഇതെന്താണ് ഇത്രയും ലേറ്റ് ആവുന്നതെന്ന് അറിയുന്നില്ല. ഞങ്ങൾ കാത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ വരുമെന്നും പറഞ്ഞ്. അവസാനം എപ്പോഴാണോ ആ ടൈം ഞങ്ങൾക്ക് അറിയുന്നില്ല. ആളിപ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ ഞങ്ങളും കാത്തിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശബ്ദം നോക്കമാണ്. ബർത്ത്ഡേ പോയി, വെറൈറ്റി ബർത്ത്ഡേ ആണ്. നിക്ക് ക്ലാപ്പടിച്ച് നിങ്ങളൊന്ന് കട്ട് ചെയ്യോ മനുഷ്യ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മഹേഷ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ മഹേഷ് ഏട്ടൻ എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പം ആദ്യം കുഞ്ഞിന് കൊടുത്തു, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോൺ ജെറിക്കിന് കൊടുത്തു. ജോൺ ജെറിക്കും വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പതുക്കെ. എന്താ. അടുത്തത് അമ്മിണിയുടെ വകയാണ്, അമ്മിണിയും കൊടുത്തു. ഇനി അടുത്തത് ആദിക്കുട്ടനാണ്. ഇത് വളരെ കോമഡി ആയിട്ടുണ്ട്. വായിൽ കൊടുത്തോ കൊടുത്തില്ലേ, അവസാനം അത് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കേക്കിന്റെ പീസ് വേറെ കൊടുത്തു, ഇങ്ങനെയൊക്കെ അകത്താക്കി. നെക്സ്റ്റ് വന്നിട്ട് അമ്മു ആണ്. സോ അമ്മു കുറച്ച് കൊടുത്തു. ആൻഡ് ഷീ ഹാൻഡഡ് ഓവർ ഹർ ഗിഫ്റ്റ് ടു ഹിം. He was so happy. Next അച്ചുക്കുട്ടൻ. അച്ചു താഴെ വീണ കേക്കാണ് എടുത്ത് വായിൽ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാവരും കേക്ക് വിതരണമൊക്കെ കഴിഞ്ഞ് സന്തോഷവാനായി. നെക്സ്റ്റ് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഗിഫ്റ്റെല്ലാം കൊടുത്തു, അത് അൺപാക്ക് ചെയ്യണ്ടേ, എന്താണ് അതിനകത്തുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഗിഫ്റ്റൊക്കെ മനുഷ്യട്ടൻ കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ എന്താണ് അതിനകത്തുള്ളത് നോക്കണ്ടേ. സോ ലെറ്റ്സ് സീ. വാവ്, താങ്ക് യു വെരി മച്ച്. ഡ്രസ് ചെയ്ത് വരും. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ശരി ഒരു റൗണ്ടൊക്കെ പോവാന്ന്. കുറേ നാളായി ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ ചുമ്മാ ഒരു റൗണ്ടൊക്കെ അടിച്ച് മമ്മിയുടെ അടുത്തേക്ക് പോവാണ്. എന്താണെന്ന് വെച്ചാൽ മമ്മി വന്നില്ലായിരുന്നു. അപ്പം മമ്മിക്കുള്ള പായസവും കേക്കും ഒരു പപ്സും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ മമ്മിയും ഹാപ്പിയായി. ഇനിയും വേറൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. പപ്സ്